ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. നമ്മളിന്നിപ്പോ ഉള്ളത് വോക്സ്വാഗൺ കൊച്ചി ഷോറൂമിലാണുള്ളത്. മരടിലാണ് നമ്മുടെ ഈ ഷോറൂം വരുന്നത്. നമ്മളിപ്പോ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ടൈഗൂണിന്റെ സ്പോർട്ട് എഡിഷനുമായിട്ടാണ് നമ്മൾ പറഞ്ഞത്, GT സ്പോർട്ട് എഡിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ഈ റെഡ് കളറിലാണ് വന്നേക്കുന്നത്. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് എലമെന്റ്സ് എല്ലാം വന്നേക്കുന്നതാണ് മെയിൻ വ്യത്യാസം എക്സ്റ്റീരിയറിൽ വരുന്നത് വെഹിക്കിളിന്റെ. അതിപ്പോ ആദ്യമേ നമുക്ക് ഡിസൈനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്രില്ല് ഭാഗങ്ങളെല്ലാം ആ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്താണ് വന്നേക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു വോക്സ്വാഗണിന്റെ ആ ഒരു ലോഗോ മാത്രമേ ഉള്ളൂ ആ ഒരു ക്രോം ഫിനിഷിൽ വരുന്നത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എയർ ഡാമിന്റെ ഭാഗം ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഫോഗ് ലാമ്പ് കാണാം, ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ നമുക്ക് GT എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. അത് ആരുടെ ഒരു റെഡ് ഇൻസൈഡിലാണ് കൊടുത്തേക്കുന്നത് ആ GT എന്നുള്ള ബാഡ്ജിങ്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു ഡിഫറൻസ് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് സൈഡ് ഡിസൈൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അലോയ് വീൽസ് വന്നിട്ട് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. അത് ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു നമ്മുടെ ഒരു ബ്രേക്ക് കാലിപ്പേഴ്സ് ഒക്കെ നമുക്ക് റെഡ് കളേഴ്സിലാണ് കൊടുത്തേക്കുന്നത്. കുറച്ചുകൂടി ഒരു സ്പോർട്ടി എലമെന്റ് തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്ന ആ ഒരു ഫെൻഡറിന്റെ അവിടെ നമുക്ക് ആ ഒരു GT ബാഡ്ജിങ് കാണാം. അതും ആ ഒരു ബ്ലാക്കിൽ റെഡ് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ആ GT എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് റെഡ് ഫിനിഷിലാണ്. പിന്നെ സൈഡ് മിറേഴ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ABC പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്താണ് വന്നേക്കുന്നത്. പിന്നെ റൂഫ് റെയിൽ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഒരു റൂഫ് ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയാണ് സൈഡ് ഡിസൈനിലെ മാറ്റങ്ങൾ. ഇനിയിപ്പോ നമുക്ക് റിയർ ഡിസൈനും കൂടെ നോക്കാം. റിയർ ഡിസൈനിലും നമുക്ക് ആ ഒരു രീതി തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. അത് എല്ലാ വെഹിക്കിളിനും പോലെയാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആ ഒരു കളറിൽ വന്നേക്കുന്നത് റെഡും ബ്ലാക്കും ആ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. അത് ഫുള്ളി ആ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ടൈഗൂൺ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത്. GT എന്നുള്ള ബാഡ്ജിങ് ഇവിടെ റെഡിൽ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ബാക്കിൽ ആ ഒരു ബമ്പർ ആണെങ്കിലും ഒക്കെ ആ ഒരു ബ്ലാക്കും പിന്നെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലും ഒക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നിപ്പോ ഈ വെഹിക്കിൾ എന്ന് പറയുന്നത് 1.5 ലിറ്ററിലാണ് വരുന്നത്. 1.5 ലിറ്ററിൽ വരുന്ന GT സ്പോർട്ട് എഡിഷൻ എന്ന് പറയുന്ന വേരിയന്റ് നമുക്ക് ടോപ്പ് ആൻഡ് ട്രിമിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇത്രയാണ് നമുക്ക് എക്സ്റ്റീരിയറിലെ മെയിൻ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ, നമ്മുടെ GT സ്പോർട്ട് എഡിഷന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത്. ഫുള്ളി ബ്ലാക്ക് ഇന്റീരിയർ ആണ്. നമുക്ക് എങ്ങും വേറൊരു കളർ കാണാൻ പറ്റത്തില്ല. ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആണ്. ആ ഒരു ഡോർ ട്രിംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ആ ഡോർ ഹാൻഡിലിന്റെ അവിടെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഡാഷിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ്. ഇവിടെ ഒക്കെ ഒരു ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ നമ്മുടെ നേരത്തെ വെഹിക്കിൾ ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ്. ഈ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് ആയെന്നുള്ളതാണ്. പിന്നെ ആംബിയൻ ലൈറ്റ് ഒക്കെ പോയേക്കുന്നത് കാണാം. പിന്നെ ഈ ഒരു എലമെന്റ്സ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ആ ഒരു ബ്ലാക്കിന് ചേരുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ എലമെന്റ് പോയേക്കുന്നത്. അപ്പം ഇത്രയാണ്. പിന്നെ മെയിൻ ആയിട്ട് സീറ്റിൽ വന്നിട്ട് നമുക്ക് ഒരു GT എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്ന കാണാം. റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തേക്കുന്നതാണ്. ബ്ലാക്കിന് നല്ല ചേരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൂഫ് ഒക്കെ ആണെങ്കിലും ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് ടോപ്പ് ആൻഡ് മോഡലാന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീച്ചേഴ്സിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫീച്ചേഴ്സിലൊന്നും മാറ്റമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫീച്ചേഴ്സിനെ പറ്റി എടുത്ത് പറയാത്തത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ GT സ്പോർട്ട് എഡിഷന്റെ ഈ ഒരു ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ. ഇനിയിപ്പോ നമുക്ക് 1 ലിറ്ററിലും, ഇതിപ്പോ 1.5 ലിറ്റർ ആണ്, 1 ലിറ്ററിലും നമുക്കൊരു GT സ്പോർട്ട് ലൈൻ എന്ന് പറഞ്ഞൊരു വേരിയന്റ് വരുന്നുണ്ട്. നമുക്ക് അതിന്റെ ഇന്റീരിയറും ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് ഒക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. പുറമേ ഉള്ള വ്യത്യാസം വലിയ വ്യത്യാസം വരുന്നില്ല. വെഹിക്കിളിൽ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇന്റീരിയറിൽ ചെറിയ 1-2 ഫീച്ചേഴ്സ് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് കാരണം അത് ടോപ്പ് എൻഡിൽ വേരിയന്റ് തൊട്ട് താഴെ വരുന്ന ഒരു വേരിയന്റ് ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളെ അതും കൂടെ ഒന്ന് കാണിക്കാം. ഓക്കെ, 1 ലിറ്ററിന്റെ GT ലൈൻ എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് വരുന്ന ആ ഒരു GT എന്നുള്ള ഒരു ബാഡ്ജിങ് വരത്തില്ല. കാരണം അത് 1.5 ലിറ്റർ എഞ്ചിന് മാത്രമേ വരത്തുള്ളൂ. ഇത് 1 ലിറ്റർ ആണ്. അതുകൊണ്ടാണ് ആ ഒരു GT ബാഡ്ജിങ് ഒന്നും വരാത്തത്. ബാക്കി എല്ലാം നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെയാണ്. അലോയ്സ് ഒക്കെ വരുന്നത് 17 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. നമുക്ക് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പുറമേ ഉള്ള പിന്നെ അങ്ങനെ വലിയ വ്യത്യാസം നമുക്ക് എക്സ്റ്റീരിയറിൽ പറയാനില്ല. ഇന്റീരിയറിലാണ് നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ഇന്റീരിയർ ഒന്ന് നമുക്ക് നേരെ നോക്കാം.
യെസ്, ഇതാണ് നമ്മുടെ 1 ലിറ്ററിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. നമുക്ക് സെയിം അതുപോലെ തന്നെയാണ് ആ ഒരു ബ്ലാക്ക് ഫിനിഷ്, ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തേക്കുന്നത് കാണാം നമുക്ക് വെഹിക്കിളിൽ. പിന്നെ ഇതിൽ വരുന്ന നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നില്ല നമുക്ക്, പിന്നെ സൺറൂഫ് വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള 1-2 ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇതിൽ മിസ് ഔട്ട് ആയി നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത് മറ്റേത് നമുക്ക് ഡിജിറ്റലാണ്. ഇതിൽ നമുക്കൊരു TFT സ്ക്രീൻ സെന്ററിൽ വരുന്നുണ്ട്. ബാക്കി നമുക്ക് അനലോഗ് ആ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ക്ലസ്റ്റർ വരുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയ രീതിയിൽ വരുന്നില്ല. പിന്നെ നമുക്ക് ആ ഒരു സ്പോർട്ട് വേരിയന്റിൽ നമുക്ക് ആ ഒരു റെഡ് സ്റ്റിച്ചിങ് ആണെങ്കിൽ ഇതിൽ നമുക്കൊരു വൈറ്റ് സ്റ്റിച്ചിങ് ആണ് വരുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാം ഫുള്ളി ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ആ ഒരു 1 ലിറ്റർ ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആംബിയൻ ലൈറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് വെഹിക്കിളിൽ. പിന്നെ ആ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും അതെല്ലാം ആ രീതിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയാണ്, ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ വെഹിക്കിളിൽ. അല്ലാണ്ട് നമുക്കൊരു ഭയങ്കരമായ മാറ്റങ്ങൾ എന്ന് പറയാനില്ല. സൺറൂഫ് വരുന്നില്ല, അങ്ങനെയുള്ള ചെറിയ ഫീച്ചേഴ്സിന്റെ മിസ് ഔട്ടിങ് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. യെസ്, അപ്പം നമ്മുടെ ഈ ഓണത്തിന് നമുക്ക് നമ്മുടെ ഈ ഒരു വോക്സ്വാഗണിന്റെ വെഹിക്കിൾ GT ഈ ഒരു സ്പോർട്ട് എഡിഷൻ നമ്മൾ എടുക്കുന്നവർക്ക് നമുക്ക് 1,81,000 രൂപയോളം ക്യാഷ് ഡിസ്കൗണ്ട് വെഹിക്കിളിന് വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഞാൻ ഇവിടുത്തെ നമ്പർ കൊടുത്തേക്കാം, അതിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഈ ഒരു മാസമായിരിക്കും ഈ ഒരു ഓഫർ വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു സെപ്റ്റംബർ 30-31 ആ ഒരു മാസം മന്ത് എൻഡ് വരെ ഉണ്ടാവും. പിന്നെ നമുക്ക് GT മറ്റേ നമ്മുടെ 1 ലിറ്ററിൽ വരുന്ന സ്പോട്ട് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ച വെഹിക്കിളിനും ചെറിയ ഓഫേഴ്സ് വരുന്നുണ്ട്. അത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ആ നമ്പർ കൊടുത്തേക്കാം, നമ്പറിൽ വിളിച്ചാൽ മതി. യെസ്, അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ടൈഗോന്റെ ആ ഒരു സ്പോർട്ട് എഡിഷൻ ആണ് ഞാൻ കാണിച്ചത്. പിന്നെ നമ്മൾ ആ ഒരു 1 ലിറ്ററിന്റെ ആ ഒരു സ്പോട്ട് ലൈൻ വേരിയന്റോടെ കാണിച്ചു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ ഞാനപ്പോൾ നമ്മുടെ ഈ വോക്സ്വാഗണിന്റെ ഷോറൂമിന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.